പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് സകല മായകളും പ്രശ്നങ്ങളും ഉള്ളിൽ അലട്ടുമ്പോഴും നമ്മൾ ഈ ജപത്തിലൂടെ സഹസ്രനാമത്തിലൂടെ ആ ദേവിയുടെ കടാക്ഷത്തിലേക്ക് എത്തുന്നു എന്നുള്ള വരികളാണ്. ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവളി. ഉന്മേഷ, നമ്മൾ ഉന്മേഷം എന്നുള്ള അർത്ഥം ഇവിടെ ഉള്ളിലും പുറത്തുമായിട്ട് എടുക്കേണ്ടതാണ്. ദേവിയുടെ സൗന്ദര്യത്തിലും പറയുന്നു. അതായത് സൗന്ദര്യ ലഹരിയിൽ ശങ്കരാചാര്യർ എപ്രകാരമാണോ പറഞ്ഞത്, ആ പുറത്തുള്ള അമ്മയുടെ രൂപത്തെയും എന്നാൽ ഉള്ളിലുള്ള സത്തയെയും കുറിച്ചാണ് പറയുന്നത്. നമ്മൾക്കറിയാം ഉന്മേഷം എന്നാൽ നമ്മൾ എന്തോ ഒരു ഉന്മേഷം എന്ന് പറയും. എന്താണ് അപ്പൊ ഉന്മേഷം? ഉള്ളിലുള്ള അവേക്കനിങ്, അതായത് ബോധത്തെ ഉണർത്തുന്ന അവസ്ഥയെയാണ് ഇവിടെ ഉന്മേഷം എന്ന് പറയുന്നത്. പുറത്ത് അമ്മയുടെ കണ്ണുകൾ, ആ കണ്ണിന്റെ ഇമ തുറന്നടയുന്നതിനെയാണ് ഉന്മേഷ എന്നിവിടെ പറയുന്നത്. അപ്പോൾ ഉന്മേഷ നിമിഷോ ഉത്പന്ന, അമ്മ ദേവി കണ്ണ് ഇങ്ങനെ ഒന്ന് ചിമ്മി തുറക്കുമ്പോൾ ഓരോ അണുനിമിഷത്തിലും ഉത്പന്നമാകുന്നു. എന്താണോ ഈ ഭുവനം, അത് ഓരോ അണുനിമിഷവും അമ്മ കണ്ണുകൾ ചിമ്മുമ്പോൾ ഉത്പന്നമാകുന്നു. ഉള്ളിലുള്ള ബോധവും അമ്മ എന്ന ആ ശക്തിയും, അവേക്കനിങ്, ആ കോൺഷ്യസ്നസ് എന്ന് പറയുന്നതും അമ്മയുടെ ഓരോ കടാക്ഷത്തിന്റെ തരികളും ആ തേജസ്സും ഉള്ളിലും ഉത്പന്നമാകുന്നു. എങ്ങനെയാണ്? വിപന്ന ഭുവനാവളി. വിപന്ന, അനുനിമിഷവും കണ്ണുകൾ അടഞ്ഞു തുറക്കപ്പെടുമ്പോൾ, അടയ്ക്കുമ്പോൾ മായകളെല്ലാം അന്ധകാരത്തിലും തുറക്കുമ്പോൾ തേജസ്സിലും പ്രകാശിക്കുന്നു. അങ്ങനെ വിപന്ന ഭുവനാവളി. ഭുവനം, സർവ്വതും അടങ്ങുന്ന ഈ ഭുവനം, ഉള്ളിലുള്ള ഭുവനത്തെ ചേർത്താണ് പറയുന്നത്. ഉള്ളിലാണ് ഭുവനം, അണ്ഡവും പിണ്ഡവും. അപ്പോൾ ഭുവനാവലീഹി, നമ്മൾ സഹസ്രനാമാ ആവലി എന്നാണ്. അതായത് എല്ലാം ചേരും, 1, 2, 3 എന്നല്ല, നാമാവലി. അതുപോലെ ഭുവനാവലി, എന്തൊക്കെ പേരിട്ടിനി വിളിക്കുമോ ആ ഭുവനങ്ങളെല്ലാം അമ്മയുടെ ഈ കണ്ണിമകളിൽ, നമ്മളുടെ ഉള്ളിൽ നിമിഷം കൊണ്ട് ഉത്പന്നമായിക്കൊണ്ടിരിക്കുകയാണ്. സഹസ്രശീർഷവദന, സഹസ്രാക്ഷി, സഹസ്രപാദ്. സഹസ്രശീർഷം, സഹസ്രം നമുക്കറിയാം 1000, സഹസ്രശീർഷ 1000 ശീർഷങ്ങൾ. എന്താണ്? ശിരസ്സുകൾ, 1000 മുഖങ്ങൾ. വദനം, എന്തോ പറയാൻ കൊതിക്കുന്ന, അനുഗ്രഹം ചൊരിയാൻ തയ്യാറായിരിക്കുന്നതിനെയാണ് വദനം എന്ന് പറയുന്നത്. പ്രസന്ന വദനം ധ്യായേത്. അപ്പോൾ വദനമാണ്, മുഖമല്ല. സഹസ്രശീർഷം, 1000 ശിരസ്സുകൾ, നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കുന്ന വദനങ്ങളോടുകൂടിയ 1000 ശിരസ്സുകൾ. അപ്പോൾ പുറത്ത് 1, 2, 3 എന്ന് എണ്ണിത്തീരാനാകില്ല ഈ 1000 എവിടെയാണ് എന്ന്. ഉള്ളിലുള്ള 1000 പ്രശ്നങ്ങളും മായകളുടെയും ഇടയിൽ അമ്മ അനുഗ്രഹം ചൊരിയുന്ന 1000 വദനങ്ങളായും കുടികൊള്ളുന്നു. എങ്ങനെ? സഹസ്രാക്ഷി, സഹസ്രപാദ്. സഹസ്രാക്ഷി, 1000 കണ്ണുകൾ. അക്ഷി എന്നാൽ അക്ഷയൻ, ക്ഷയിക്കാത്തതിനെയാണ് അക്ഷി. അപ്പോൾ ഉള്ളിലുള്ള അമ്മയുടെ തേജസ് ഒരിക്കലും ക്ഷയിക്കുന്നില്ല. ശക്തി ഇല്ലാതായാൽ ശിവൻ ശവം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഉള്ളിലുള്ള ആ ക്ഷയിക്കാത്ത ശക്തിയെ, 1000 ക്ഷയിക്കാത്ത കണ്ണുകൾ എപ്രകാരമാണോ പുറത്തുള്ളത്, ആ കടാക്ഷവും ഉള്ളിൽ അങ്ങനെ തന്നെ. സഹസ്രപാദ്, സഹസ്രം 1000 പാദങ്ങളിൽ. പാദം എന്നാൽ ഇവിടെ പാത എന്നുള്ള അർത്ഥത്തിലും എടുക്കാം, ശരണാഗതി എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. കാരണം നമ്മളിലൂടെയാണ് നമ്മൾ ഈ വഴി എത്തിച്ചേരുന്നത് അമ്മയിലേക്ക്. അപ്പോൾ ഉള്ളിൽ ആ കടാക്ഷം എത്തുമ്പോൾ
ആ ക്ഷയിക്കാത്ത അമ്മയെ നമ്മൾ തേജസ്സായി ഉൾക്കൊള്ളുമ്പോൾ സഹസ്രപാദ, ആ ആയിരം പാദങ്ങളിൽ ആ ശക്തിയിൽ നമ്മൾ ചെന്ന് എത്തിച്ചേരുന്നു. ഫിസിക്കലിയും സ്പിരിച്വലി ഡിവൈനായിട്ട് ഉള്ളിലുള്ള കാര്യം ബോധതലത്തിൽ എത്തിച്ചേർക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവളി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.